ഹലോ ഗൈസ്, അങ്ങനെ മാർക്കോ മൂവി കണ്ടു. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ മൂവി പോയി കണ്ടു വന്നതാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല, നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ ചില മൂവി പോയി കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, മൂവി ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി കാണുന്ന ചില മൂവീസ് നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു മൂവിയാണ്, അതായത് മാർക്കോ. ആർക്കോ വേണ്ടി എന്നുള്ള ഇതിലാണ് ഞാൻ പോയി കണ്ടത് മൂവി. സംഭവം എന്താണെന്ന് വെച്ചാൽ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉണ്ണി മുകുന്ദന്റെ സ്റ്റൈലും ആ ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മൂവി പോയി കണ്ടത്. മൂവിനെ കുറിച്ച് പറയണമെങ്കിൽ കിഡിലം മൂവി. കിഡിലം, ഒന്നും പറയാനില്ല. അതായത് വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ അന്യായ വയലൻസ് ആണ്. അത് കാരണം ഫാമിലി ആൻഡ് പിള്ളേർക്ക് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ വയലൻസ് ഒന്നും പ്രശ്നവുമില്ല. ബ്ലഡ് സ്റ്റെയിനും ബ്ലഡിന്റെ കളിയാണ്. അതായത് പടത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ബ്ലഡിന്റെ കളിയാണ്. അപ്പൊ ബ്ലഡ് ഒക്കെ കണ്ടാലും വലിയ സീനൊന്നും ഇല്ല, മൂവി അല്ലേ എന്നുള്ള മൈൻഡൊക്കെ ഉള്ള ആൾക്കാർക്ക് പോയി കാണാം. അല്ലാതെ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് മൂവി വെറുതെ കിഡില മൂവി ഗൈസ്. KGF മൂവിയില്ലേ, KGF മൂവിക്ക് നമ്മളൊരു ലെവല് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലെവലിന് ഈ മൂവി അതിന്റെ അപ്പുറം നിൽക്കും. കാരണം മലയാളത്തിൽ ഇനി അങ്ങോട്ടും ഇതേപോലത്തെ ഒരു മൂവി ഇറങ്ങും എന്നുള്ള കാര്യം, ഇതുവരെ എന്തായാലും ഇങ്ങനത്തെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതേപോലത്തെ ഒരു മൂവി ഇറങ്ങൂ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അമ്മാതിരി മൂവി കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. ഉണ്ണി മുകുന്ദൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മാളികപ്പുറം മൂവി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ണി മുകുന്ദൻ ഫാനൊന്നല്ല, പക്ഷെ ഈ ഒരു ഇതില് ആ പുള്ളിയുടെ വൈബും എല്ലാം, എനിക്ക് ആ ഒരു സ്റ്റൈലും നടത്തും ഡയലോഗ് ഡെലിവറിയും എല്ലാം വെറുതെ പെടയെന്ന് പറഞ്ഞാൽ സൂപ്പർ. വെറുതെ സ്റ്റൈലാക്കി വെറുതെ ക്ലീൻ ലെവലാക്കി കാണുന്നുണ്ട്. എന്തായാലും മൂവി കിടില, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൂവില് ഫുള്ള്, അതായത് മൂവിനെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ ഫുള്ള് മറ്റേ കൊല്ലുന്ന സീനൊക്കെയാണ്. പക്ഷെ കൊല്ലുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളിങ്ങനെ കൊല്ലുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നില്ല. നമ്മളിങ്ങനെ കത്തിക്ക് കുത്തുന്നതും കീറുന്നതും അങ്ങനത്തെ സംഭവം ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഇതിലെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മളുടെ മുമ്പിൽ. അത് ശരിക്കും ക്യാമറയുടെയും ഡയറക്ഷന്റെ ഒക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മളിങ്ങനെ കീറുന്നത്, മുറിച്ച് കളയുന്നത്, അതൊക്കെ നമ്മളൊക്കെ ശരിക്കും കാണിക്കുക. അമ്മാതിരി വയലൻസ് അങ്ങ് പീക്ക് ലെവൽ ഓഫ് വയലൻസ് ആണ്. പക്ഷെ ഈ മൂവിക്ക് അത് വേണം, അങ്ങനെ വേണം. പിന്നെ ഇത് ഇഷ്ടപ്പെടാൻ കുറച്ച് കാര്യം എന്താന്ന് വെച്ചാൽ, മൂവിയിൽ ഇപ്പോ സാധാരണ അറിയാലോ, നടന്മാർക്ക് എത്ര ഇടി കൊണ്ട് കഴിഞ്ഞാലും നടന്മാരെ ഉള്ളിൽ പ്രലോഭിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ എത്ര ഇടി കൊണ്ട് താഴെ വീണ് കിടക്കണമെങ്കിൽ അവൻ എഴുന്നേറ്റ് വന്നു പകരം വീട്ടും വില്ലന്മാരെ അടിച്ചേർക്കും. ഇതിൽ അങ്ങനത്തെ സീനൊന്നുമില്ല. ഇടി കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അത് നടനാണെങ്കിലും ആരാണെങ്കിലും കുറച്ചു നേരം അവിടെ ഇരിക്കണം, പകരം വീട്ടും. പക്ഷെ അത് പിന്നീട് എന്നുള്ളത് അത് ശരിക്കും ഞാൻ പറയുന്നില്ല, പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് കഥയുടെ ലെവലിലോട്ട് വരും. പിന്നെ അതിൽ ഞാൻ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ സംഭവം അടിപൊളി വൈബായിട്ട് പോയി. അപ്പോ പിന്നെ അത് ഫസ്റ്റ് ഹാഫിൽ കുടം നിർത്തുന്ന ഒരു സീനില് നമ്മൾ വിചാരിക്കും, ഫസ്റ്റ് ഹാഫ് കുടം നിർത്തിയേക്കുന്ന ഒരുമാതിരി രീതിയിലാണ് നിർത്തിയേക്കുന്നത്, സെക്കൻഡ് ഹാഫ് കൈവിട്ട് പോകോ എന്നുള്ളൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ അടുത്തെന്റെ കൂടെ ഇരുന്ന ആളുടെ പറയുകയും ചെയ്തു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സെക്കൻഡ് ഹാഫും വെറുതെ കിടുക്കി കളഞ്ഞു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ കണ്ടും വെറുതെ പോളിഷ് സാധനം. കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി പടം. എല്ലാവരും പോയി കണ്ടോ. പ്രത്യേകിച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയി കാണാം. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കരുത് ഇമാതിരി വയലൻസ്. കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും വയലൻസ് ഇഷ്ടപ്പെടുന്നതും വയലൻസിനോട് പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോയി കാണാം. ഫാമിലിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പിള്ളേർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഫാമിലിക്ക് ഈ പറഞ്ഞ പോലെ വയലൻസ് ഒന്നും വലിയ സീനില്ല, ഇത് പടമല്ലേ എന്നുള്ള രീതിയിൽ തോന്നുന്ന ആൾക്കാർക്ക് പോയി കാണാം. നല്ല കിടിലം മൂവിയാണ്. ചെറിയൊരു മൂവി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോ ആൻഡ് വാച്ച് ദ മൂവി. ബൈ.